തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മലയോര മേഖലകളിൽ കർശന സുരക്ഷയെന്ന് പോലീസ്. കോഴിക്കോട് റൂറലിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 577 ആണ് സെൻസിറ്റീവ് ബൂത്തുള്ളത്. ഇപ്പോൾ മാവോയിസ്റ്റ് അഫക്റ്റഡ് ബൂത്തുണ്ട്, അതുകൂടാതെ ക്രിട്ടിക്കൽ ബൂത്തുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ തന്നെ നമ്മൾ ഓരോ ബൂത്തിലും അഡീഷണലായിട്ട് ഒരു ഓഫീസർ 4 പോലീസുകാരെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഇലക്ഷൻ കൺട്രോൾ റൂം 24 hours പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കൺട്രോൾ റൂമുണ്ട്. അതുപോലെ മാവോയിസ്റ്റ് അഫക്റ്റഡ് അവിടെ തന്നെ നമ്മൾ ആംഡായിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് ഉള്ളത്. ഓഫീസർമാരും അതേപോലെ കമാൻഡോസിൻ്റെ സർവീസുണ്ട്, തണ്ടർ ബോട്ടിൻ്റെ കമാൻഡോസ്, അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ വിന്യസിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കോഴിക്കോട് നിന്ന് ഷഹദർ ഉമാൻ, പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, തൃശ്ശൂരിലൊക്കെ ഇക്കുറി ശക്തമായ മത്സരമാണല്ലോ. BJP ഉൾപ്പെടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖലയിലടക്കം ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാന ലാപ്പിൽ പോലും തീവാർന്ന പ്രചാരണം നയിച്ചാണ് മുന്നണികൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കം രാവിലെ പൂർത്തിയായി. അതിനു പിന്നാലെ പോളിംഗ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തുന്ന അതിരപ്പള്ളി മേഖലയിലാണ്. അതോടൊപ്പം തന്നെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രശ്നബാധിത ബൂത്തുകൾ അടക്കമുള്ള മേഖലകളിൽ വലിയ നിരീക്ഷണം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ പോലീസിന്റെ റൂട്ട് മാർച്ച് അടക്കം ഇന്നലെയും ഇന്നുമായി വിവിധ കോണുകളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതീവ സുരക്ഷയടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. എന്തായാലും അവസാന വട്ടത്തിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് സജീവമാകുന്നുണ്ട് തൃശൂർ. സുരേഷ് ഗോപിയുടെ വോട്ടിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം അത് LDF-ഉം UDF-ഉം ആയുധമാക്കുന്നു. മറുകോണിൽ സുരേഷ് ഗോപിയെ പതിവ് രീതിയിൽ ആക്രമിക്കുകയാണ് എന്നുള്ളതാണ് BJP ആ വിഷയത്തിൽ പ്രതികരണമായി നൽകുന്ന ഉന്മേഷ്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.